ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്തകൾ. CPI സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം മത്സരിക്കും. മാവേലിക്കരയിൽ ചെങ്ങറ സുരേന്ദ്രനും വയനാട്ടിൽ സത്യൻ മൊകേരിയും. തൃശൂരിൽ CN ജയദേവൻ. ജനതാദൾ സെക്യുലറിന് സീറ്റ് നൽകാൻ CPM-ൽ ധാരണ. ഇടുക്കി സീറ്റ് സംബന്ധിച്ച് UDF-ൽ തർക്കം തുടരുന്നു. ഇടുക്കി കേരള കോൺഗ്രസിന് നൽകാനാകില്ലെന്ന് കോൺഗ്രസ്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് KM മാണി. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി. ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G ദേവരാജനും കൊല്ലത്ത് മത്സരിക്കും. വീരേന്ദ്രകുമാർ പാലക്കാട്ട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം. 20 ജവാന്മാർ കൊല്ലപ്പെട്ടു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാൻ കസ്തൂരിരംഗൻ കരട് വിജ്ഞാപനത്തിൽ ശുപാർശ. വിജ്ഞാപനമിറങ്ങിയാലും നവംബർ 13 ഉത്തരവ് നിലനിൽക്കുമെന്ന് വനം പരിസ്ഥിതി സെക്രട്ടറി. അംഗീകരിക്കില്ലെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ആശ്വാസകരമെന്ന് കേരള കോൺഗ്രസ്. പശ്ചിമഘട്ട സമരത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഉപയോഗിക്കരുതെന്ന് കർദിനാൾ ആലഞ്ചേരി. മുഖ്യമന്ത്രിക്ക് ആശയക്കുഴപ്പം. ഫൈനൽ ഇത് വരാൻ പോകുന്നത് ഫൈനലായിട്ട് വരുന്നതാണ് അവസാനം വരാൻ പോകുന്നത്. നഗരസഭകളിലെ പദ്ധതി വിഹിതത്തിന്റെ വിനിയോഗത്തിൽ വൻ കുറവ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പദ്ധതി തുക തിരക്കിട്ട് ചിലവഴിക്കാൻ ശ്രമം. നഗരസഭാ സെക്രട്ടറിമാരുടെ അടിയന്തര യോഗം ബുധനാഴ്ച. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയിക്കാൻ കസ്തൂരിരംഗൻ കമ്മിറ്റി കരട് വിജ്ഞാപനത്തിൽ ശുപാർശ. എന്നാൽ വിജ്ഞാപനം പുറത്തിറങ്ങിയാലും നവംബർ 13 ഉത്തരവ് നിലനിൽക്കുമെന്ന് വനം പരിസ്ഥിതി സെക്രട്ടറി അറിയിച്ചു. കരട് വിജ്ഞാപനത്തിന് നിയമസാധുതയില്ലെന്നും സെക്രട്ടറി അറിയിച്ചു. ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ കേരളം നിർദ്ദേശിച്ചതുപോലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായി വരിക. 9107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമാണ്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന 3110 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കിയാണ് കരട് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഫലത്തിൽ കൃഷിയിടങ്ങളും ജനവാസ പ്രദേശങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് കരട് വിജ്ഞാപനം. കേരളത്തിന്റെ പ്രധാന ആവശ്യവും ഇതായിരുന്നു. എന്നാൽ കരട് വിജ്ഞാപനം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ 60 ദിവസം പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് ചട്ടം. ഈ സമയത്ത് ഏതു വ്യക്തിക്കും കരടിന്മേൽ എതിർപ്പ് ഉന്നയിക്കാം. പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം, ചുവപ്പ് പട്ടികയിലുള്ള വ്യവസായങ്ങൾ, താപവൈദ്യുത പദ്ധതികൾ എന്നിവയുൾപ്പെടെ കരട് വിജ്ഞാപനത്തിലും വിലക്കുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കോടതി തീരുമാനത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനമാകൂവെന്ന് വിജ്ഞാപനത്തിന്റെ അവസാനം പറയുന്നു. ഈ മാസം 24 ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പരിഗണനയ്ക്ക് കേസ് വരും. അപ്പോൾ സ്വാഭാവികമായും ഗോവ ഫൗണ്ടേഷൻ കരട് വിജ്ഞാപനത്തെ എതിർക്കാനാണ് സാധ്യത. കരട് വിജ്ഞാപനത്തിന് നിയമപരമായ സാധ്യതയില്ലെന്ന് വനം പരിസ്ഥിതി സെക്രട്ടറി ഡോക്ടർ രാജഗോപാലും പറയുന്നു. അന്തിമ വിജ്ഞാപനത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാവൂ. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി. പശ്ചിമഘട്ട സമരത്തെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് സീറോ മലബാർ സഭയുടെ കർദിനാൾ ജോർജ് ആലഞ്ചേരി. തെരഞ്ഞെടുപ്പ് ഒരു വിഷയത്തിന്റെ മാത്രം വിധിയെഴുത്തല്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയാലേ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണം പൂർത്തിയാവൂ. സമരവുമായി ജനങ്ങൾ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യമുണ്ട്. എന്നാൽ പശ്ചിമഘട്ട സമരത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഉപയോഗിക്കരുതെന്നും കർദിനാൾ എറണാകുളത്ത് പറഞ്ഞു. പക്ഷേ ഈ സമരത്തെ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ ഒരു സമ്മർദ്ദ രാഷ്ട്രീയമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമേ സഭ പറഞ്ഞിട്ടുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു പ്രശ്നത്തിൻ്റെ പേരിലുള്ള ഒരു വിധിയെഴുത്തല്ല. തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതു നന്മയെ കരുതി എടുത്തിരിക്കുന്ന എല്ലാ നിലപാടുകളെയും കുറിച്ചുള്ള ഒരു വിലയിരുത്തലിനുള്ളതാണ്. കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതിനു ശേഷവും കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വവും ആശയക്കുഴപ്പവും തുടരുന്നുണ്ടോ? പശ്ചിമഘട്ട സമരത്തെ രാഷ്ട്രീയവുമായി തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് സഭാ നേതൃത്വം പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, സീറോ മലബാർ സഭയുടെ വക്താവ്, അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കും. രാജു എബ്രഹാം, CPM നേതാവ്, MLA, അദ്ദേഹം പത്തനംതിട്ട സ്റ്റുഡിയോയിലുണ്ട്. കോൺഗ്രസ് നേതാവും MLA-യുമായ സണ്ണി ജോസഫ് കണ്ണൂരിൽ നിന്ന്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ട്രഷറർ മണിക്കുട്ടൻ, അദ്ദേഹം കട്ടപ്പന സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ഫാദർ പോൾ തേലക്കാട്ടിലേക്ക്. സഭാ നേതൃത്വം ഇന്ന് പുറപ്പെടുവിച്ച സന്ദേശം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള സമരത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ്. അത്തരം കൂട്ടിക്കുഴയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇന്ന് സഭാ നേതൃത്വം ഇത്തരമൊരു സന്ദേശം നൽകിയത്? അത്തരം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിക്കരുത് എന്ന് സഭാ നേതൃത്വം പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ്?
തീർച്ചയായിട്ടും പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ തന്നെ പാലക്കാടും താമരശ്ശേരിയിലുമൊക്കെ ഈ പ്രശ്നം സംബന്ധിച്ച് സമരം ചെയ്യുന്നുണ്ട്. സമരം ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ പല മതങ്ങളിലും പല രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള വ്യക്തികളുമാണ്. ആ സമരത്തിൽ സഭ പങ്കുചേരുന്ന വൈദികരുമൊക്കെ അതിനകത്ത് സജീവമായി പങ്കാളികളുമാണ്. പക്ഷേ സമരം ചെയ്യുന്നത് സഭയല്ല, അവിടുത്തെ ജനങ്ങളാണ്. സഭ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ആ സമരം നീതിപൂർവമാണ്, ന്യായവുമാണ്, അവിടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും തീരുമാനങ്ങളും അവിടുത്തെ സമരം ചെയ്യുന്ന സമിതികൾ അവിടെ നേതാക്കളുമാണ് എടുക്കണം. അതേസമയം അവിടെ നേതാക്കൾ തീരുമാനം എടുക്കുമ്പോൾ ഉത്തരവാദിത്വപൂർവ്വം അവരെടുക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും സഭയുടെ തീരുമാനങ്ങളാണെന്ന് അർത്ഥമില്ല. സഭയല്ല തീരുമാനം എടുക്കുന്നത്. അവർ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ തീരുമാനങ്ങളും സഭ അംഗീകരിക്കണമെന്നുമില്ല. അതാണ് ഇപ്പോൾ അഭിമന്യ കർദിനാൾ പിതാവ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സജീവമായ രാഷ്ട്രീയത്തിലേക്ക്, കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ടാൽ സഭ അതിനെ പിന്താങ്ങില്ല എന്നുള്ള പ്രശ്നമാണ് പറയുന്നത്. സഭയ്ക്ക് സജീവമായ കക്ഷി രാഷ്ട്രീയമില്ല. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തു നിൽക്കാനാണ് സഭ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വിഷയം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള വിഷയത്തിൽ UPA സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. സ്വന്തമായി സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കോഴിക്കോട് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് സ്വാഭാവികമായൊരു രാഷ്ട്രീയ വിഷയമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ സമീപിക്കാനാവുക? അങ്ങനെ സമീപിക്കുമ്പോൾ സമരത്തെ പിന്തുണയ്ക്കുന്ന സഭയ്ക്ക് ആ രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ സമരസമിതികൾ അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില തീരുമാനങ്ങളോട് സഭയ്ക്ക് യോജിക്കാനാകില്ല എന്ന കാര്യം മാത്രമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സഭ തൻ്റെ അഭിപ്രായം പ്രകടമാക്കും. അങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയവുമായി സഭയ്ക്ക് നേരിട്ട് ബന്ധപ്പെടാൻ താല്പര്യമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സഭ ഇടപെടുന്നത് നല്ലതല്ല. അത് സഭയുടെ പ്രബോധനം നിരക്കുന്നതുമല്ല. അത് മാത്രമാണ് സഭയുടെ നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. ഫാദർ, UDFനെതിരെ ഒരു രാഷ്ട്രീയ നിലപാട് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും അതിന് നേതൃത്വം നൽകുന്ന വൈദികരും സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമായി നേരിട്ട് പറയുക തന്നെയല്ലേ സഭ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ അവരതിനെ എടുക്കേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ സഭയുടേതല്ല എന്നാണ് വ്യക്തമായി പറയുന്നത്. ഇന്ന് നൽകിയിരിക്കുന്ന സന്ദേശം സഭാ നേതൃത്വം എന്നതിനുപരി സഭാ വിശ്വാസികൾക്കുള്ള സന്ദേശമാണ് എന്ന് വ്യാഖ്യാനിക്കാമോ? തീർച്ചയായിട്ടും സഭ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പിന്താങ്ങിയിട്ടുണ്ട് സമരത്തെ. ആ പിന്താങ്ങിയ സഭ അവരോട് പറയുന്നതുമായ ഒരു സന്ദേശമാണത്. ആ സന്ദേശത്തെ എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. റൈറ്റ്, മടങ്ങിയെത്താം രാജു എബ്രഹാമിലേക്ക്. രാജു എബ്രഹാം, സഭ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ഇതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള വിഷയമായി ഉപയോഗിക്കുകയും ചെയ്യരുത് എന്ന സന്ദേശം സഭ നൽകുന്നു. ഇടതുപക്ഷമാണ് ഈ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും സമരവും ഒക്കെ മുന്നോട്ട് വച്ചിരുന്നത്. അതിന് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് ഇപ്പോൾ തിരിച്ചടിയേറ്റിട്ടുണ്ടോ? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കസ്തൂരിരംഗൻ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിച്ചിട്ടേയില്ല. ഇവിടെ മലയോര ജനത ഉയർത്തിയ അവരുടെ നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിൽ അതിൽ പങ്കാളിയാവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മലയോര ജനതയെ 123 വില്ലേജുകളിലും 10 കിലോമീറ്റർ ബഫർ സോണിലും പെടുന്ന 350ഓളം വില്ലേജുകളിലെ 1 കോടിയിലധികം ജനങ്ങളെ വഴിയാധാരമാക്കുന്നതിന് CPMോ ഇടതുപക്ഷമോ കൂട്ടുനിൽക്കില്ല. കാരണം അവരുടെ ESA പ്രഖ്യാപനത്തോടു കൂടി തന്നെ അവരുടെ ഭൂമി ഇപ്പോൾ വനഭൂമിയാണ്, വന നിയമമാണ് അവിടെ ബാധകമാകുക. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏറിയ 986 വന നിയമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തങ്ങൾ ജീവിക്കുന്ന ഭൂമി അവിടെ നാളെ മുതൽ വന നിയമം നടപ്പിലാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ആ ഭൂമിയുടെ ഉടമ ആ വീട്ടുകാരല്ല. അവരെല്ലാം എക്കോളജിക്കലി ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് വിധേയമായി
പരിസ്ഥിതി ക്ലിയറൻസ് വാങ്ങിക്കൊണ്ട് അവർക്കൊരു കക്കൂസ് പണിയാനോ കുളിമുറി പണിയാനോ വീട് പണിയാനോ റോഡ് നിർമ്മിക്കാനോ ഒക്കെ കഴിയുന്നൊരു സാഹചര്യത്തിലേക്ക് അവർ പോകുമ്പോൾ സ്വാഭാവികമായും അവരിലുണ്ടാകുന്ന പ്രതിഷേധം രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ അങ്ങനെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ലാക്ക് ഇല്ല എങ്കിൽ പത്തനംതിട്ടയിൽ ഫിലിപ്പോസ് തോമസ് സ്ഥാനാർത്ഥിയാകുന്നു. ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി ചേർന്ന് ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ ഏറെക്കുറെ ധാരണയായതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത്തരം നീക്കങ്ങൾ, തിരഞ്ഞെടുപ്പിലാക്കാക്കിയുള്ള നീക്കങ്ങൾ ഇടതുമുന്നണി എന്തിനാണ് നടത്തുന്നത്? ഞങ്ങൾ ഫിലിപ്പോസ് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമേ ഞങ്ങളിവിടെ സ്ഥാനാർത്ഥിയായുള്ളൂ. പ്രേമേന്ദ്രൻ എന്ന് RSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ കോൺഗ്രസ് പാർട്ടി വിഴുങ്ങിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, ഈ പ്രശ്നം നമുക്ക് കേവലം രാഷ്ട്രീയത്തിൻ്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി മാത്രം നോക്കിക്കാണേണ്ട ഒരു പ്രശ്നമാണോ? കേന്ദ്രം ഭരിക്കുന്ന UPA ഗവൺമെൻറ് നവംബർ 13 പുറപ്പെടുവിച്ച വിജ്ഞാപനം എന്ന് പറയുന്നത് ഒരു ഇടിത്തീയാണ്. ഈ മലയോര മണ്ണിനെ മുഴുവൻ ചുട്ടരിക്കുന്ന ഒരു തീ കുണ്ടമാണ്. പക്ഷേ കരട് വിജ്ഞാപനം വരുന്നതോടുകൂടി അത്തരം ആശങ്കകൾ ഇല്ലാതാകുന്നു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. നവംബർ 13 ഉത്തരവ് കൊണ്ടുവന്ന ആശങ്കകൾ കരട് വിജ്ഞാപനം വരുന്നതോട് പൂർണ്ണമായും ഇല്ലാതാകും. 123 വില്ലേജുകൾ ഈ പരിധിക്ക് പുറത്താകും എന്ന് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുന്നു. ആ ഉറപ്പ് സ്വീകാര്യമാണ് എന്ന് കേരള കോൺഗ്രസുകൾ പറയുന്നു. ആ ഉറപ്പ് വിശ്വസിച്ച് തന്നെയാണ് ഇന്ന് സഭാ നേതൃത്വം ഒരു സന്ദേശം നൽകുന്നതും. ഈ ഉറപ്പുകളൊന്നും മലയോര ജനത വിശ്വസിക്കുന്നില്ല. കാരണം ഓഫീസ് മെമ്മോറാണ്ടത്തിന് വിലയില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി. ഇന്ന് തന്നെ പരിസ്ഥിതി സെക്രട്ടറി ഇപ്പം കരട് വിജ്ഞാപനം എന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഈ കരട് വിജ്ഞാപനമല്ല, നവംബർ 13 ഒറിജിനൽ വിജ്ഞാപനമാണ് നിലനിൽക്കുന്നത്. ഞങ്ങളിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു കരടാണ്, ആ കരടായിട്ട് മാത്രമേ ഈ വിജ്ഞാപനം നിലനിൽക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ചോദിച്ചോട്ടെ, നവംബർ 13 ശേഷം ഇപ്പം 3 മാസക്കാലം കഴിഞ്ഞു, തിരുത്താൻ സമയമുണ്ടായിരുന്നല്ലോ. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണോ ഈ ഓട്ടവും ചാട്ടവും? ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി അപ്പുറത്ത് പോന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഓഫീസ് മെമ്പറോടത്തെ സ്വാഗതം ചെയ്ത് നന്ദി പറഞ്ഞതാ. ഇന്നലെ ഇതിനും നന്ദി പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എല്ലാം ക്ലിയറായി. ഈ മലയോര ജനത, ഈ ജനതയെ മുച്ചൂട് നശിപ്പിക്കുന്ന ഈ UPA ഗവൺമെൻറ്റിൻ്റെ ഈ നയത്തിനെതിരെ, കോൺഗ്രസ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ സ്വാഭാവികമായും ജനവികാരം ഉണ്ടാകും. റൈറ്റ്. സണ്ണി ജോസഫ്, മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത് പുതിയ വിജ്ഞാപനം വരുന്നതോടുകൂടി ആശങ്കകളൊക്കെ നീങ്ങി എന്നാണ്. പക്ഷേ പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നവംബർ 13 ഉത്തരവിലുള്ള വ്യവസ്ഥകൾ, നിർദ്ദേശങ്ങളെല്ലാം നിലനിൽക്കും. അത് അന്തിമ വിജ്ഞാപനം വന്നതിന് ശേഷം മാത്രമേ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, മാറ്റമുണ്ടെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന് ഇന്ന് പരിസ്ഥിതി സെക്രട്ടറി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കരട് വിജ്ഞാപനത്തിലെ വ്യവസ്ഥകൾ എല്ലാം തന്നെ, ഒട്ടുമിക്ക വ്യവസ്ഥകൾ നവംബർ 13 ഉത്തരവുകളെ ആവർത്തിക്കുന്നത് കൂടിയാണ്. ആ വിവരങ്ങൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ മലയോര ജനതയ്ക്ക് ആശ്വാസമാകും കരട് വിജ്ഞാപനം എന്ന് എങ്ങനെയാണ് UDFന് വാദിക്കാനാകുക? വളരെ വ്യക്തമായിട്ട് വാദിക്കാൻ കഴിയും. കാരണം എന്താണ്, മലയോര ജനത, ഇതിലെ എഫക്റ്റഡ് ഏരിയയിലെ ആളുകൾ ആവശ്യപ്പെട്ടത് എന്താണ്? ജനവാസ കേന്ദ്രങ്ങളും കൃഷി സ്ഥലങ്ങളും ESIയുടെ പരിധിയിൽ വിടാൻ പാടില്ല. അതാണ് കേരള നിയമസഭ പാസാക്കിയ, ഞാനും ശ്രീ രാജു എബ്രഹാം ഉൾപ്പെടെ ഐക്യകണ്ഠേന പാസാക്കിയ, മുഖ്യമന്ത്രി അവതരിപ്പിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പിന്തുണച്ച സർവകക്ഷി പ്രമേയം. ജനവാസ കേന്ദ്രങ്ങൾ, കാർഷിക മേഖല ഒഴിവാക്കണം. അത് ഒഴിവാക്കിയാൽ പ്രശ്നം തീർന്നു. ജനങ്ങളെ സംബന്ധിച്ച്, കൃഷിക്കാരെ സംബന്ധിച്ച്, സ്ഥല ഉടമകളെ സംബന്ധിച്ച് പ്രശ്നം തീർന്നു. എന്നാൽ പ്രശ്നം തീർന്നില്ല എന്ന തെറ്റിദ്ധാരണ വ്യാപകമായിട്ട് പരത്തുകയാണ്. 5 സെന്റിൽ വീട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇതൊന്നും, എവിടെയാണ് ആ ക്ലോസ് ഉള്ളത്? ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ സാധിക്കുമോ? ഇന്നലെ ഒരു ചർച്ചയിൽ നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ച ശ്രീ AK ബാലൻ പറഞ്ഞു, എൻ്റെ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ പേരാവൂരിൽ ആർളം പഞ്ചായത്തിൽ 5 സെന്റ് ഭൂമി വിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് ഇരിട്ടിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞാനൊന്ന് അന്വേഷിച്ചു. ഈ വിജ്ഞാപനം വന്നതിന് ശേഷം നവംബർ മുതൽ
ഈ മാർച്ച് വരെയുള്ള 6 മാസക്കാലത്തിനിടയിൽ ആർലം വില്ലേജിൽ, കേരളം അറിയുന്ന ആർലം വില്ലേജിൽ 465 ആധാരങ്ങൾ സ്ഥലങ്ങളെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. 40 കോടി രൂപയുടെ സ്ഥല കച്ചവടം അവിടെ നടന്നിട്ടുണ്ട്. അത് കണക്കിലെടുക്കാതെയാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഇതിൽ മുതലക്കണ്ണീരും മുതലെടുപ്പുമാണ് അവരുടെ ലക്ഷ്യം. മുതലക്കണ്ണീർ ഒഴുക്കുന്നു. എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ്? കസ്തൂരിരംഗൻ റിപ്പോർട്ടല്ല, ഗാഡ്ഗിൽ, കുറെ കൂടി കർശനമായ വ്യവസ്ഥകളുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് നടപ്പിലാക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്ത പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടാണ് ഇന്ന് മാർക്സിസ്റ്റ് നേതാക്കന്മാർ ഇതൊക്കെ പറയുമ്പോഴും ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇപ്പോൾ പുറത്തിറങ്ങുന്നത് കരട് വിജ്ഞാപനം മാത്രമാണ്. അതിന്മേൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ശേഖരിച്ചതിന് ശേഷം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായും ആശങ്ക പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. അതിനു പുറമെയാണ് പരിസ്ഥിതി സെക്രട്ടറിയുടെ വിശദീകരണം ഇന്ന് രാവിലെ വന്നത്. കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയാലും നവംബർ 13 ഉത്തരവ് നിലനിൽക്കും എന്നത്. ആ ആശങ്കകൾ താങ്കൾ പറയുന്നത് പോലെ ഭൂമി കച്ചവടം നടക്കുന്നുണ്ടാവും, ഭൂമി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവും, ഇതൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതിനപ്പുറത്തുള്ള ആശങ്കകൾ നിലനിൽക്കും എന്ന് തന്നെ വേണ്ടേ നമ്മൾ കരുതാൻ? ഇല്ലില്ല, കരട് വിജ്ഞാപനം എന്താണ്? ആ കരട് വിജ്ഞാപനം പൂർണ്ണ വിജ്ഞാപനമാകണമെങ്കിൽ നിയമപരമായി അതിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ, അഭിപ്രായങ്ങൾ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് കേൾക്കണം. അത് ആദ്യത്തെ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടം നിലനിൽക്കുന്നില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ നവംബർ 13 ഉത്തരവിനെ സംബന്ധിച്ച്, ഉത്തരവെന്ന് പറയുന്ന ഡയറക്ഷനെ സംബന്ധിച്ച്, ആ ഡയറക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആവർത്തിച്ചുകൊണ്ടാണ് ഡിസംബർ 20 ഇപ്പോഴും ഇറങ്ങിയിട്ടുള്ള വിജ്ഞാപനം. അതിലെ വ്യവസ്ഥകൾ, നിരോധിത മേഖല, അതിനെ സംബന്ധിച്ച് നിരോധിക്കപ്പെട്ട ഇനങ്ങൾ, അതിനെ സംബന്ധിച്ചല്ല തർക്കം. എവിടെ ഇത് ബാധകമാണ് അതിനെ സംബന്ധിച്ചാണ് തർക്കം. കേരളം മാത്രമാണ് ഇത് പഠിച്ചത്. കേരളം മാത്രമാണ് ഒരു കമ്മിറ്റി, ഉമ്മൻ ചെയർമാനായ ഒരു കമ്മിറ്റി വെച്ചത്. കേരളം മാത്രമാണ് പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ ചെയർമാൻമാരായിട്ട് ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷണം നടത്തി, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് കൊടുത്തത്. പരിസ്ഥിതി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. താങ്കൾ പറയുന്നത് കൃഷിയിടങ്ങളെയും ജനവാസ പ്രദേശങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതോടുകൂടി നവംബർ 13 ഉത്തരവിൽ ബാധകമാക്കിയ വ്യവസ്ഥകൾ അത് ഈ പ്രദേശങ്ങളിലൊന്നും ബാധകമാകില്ല. അതുകൊണ്ട് തന്നെ കരട് വിജ്ഞാപനം ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പര്യാപ്തമാണ് എന്നാണ്. അത് തന്നെ വളരെ വ്യക്തമല്ലേ? ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി, അത് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. എന്താണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്? ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറങ്ങില്ലെന്നാണ് കരുതിയത്, കരട് വിജ്ഞാപനം ഇറങ്ങില്ലെന്നാണ് കരുതിയത്. കേരള കോൺഗ്രസ് പോലുള്ള ഇതിനെ സംബന്ധിച്ച് പ്രായോഗിക വീക്ഷണമുള്ള, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്ന പാർട്ടിയും അതിന്റെ നേതാവ് മാണിസാറും പറഞ്ഞു വിജ്ഞാപനം ഇറങ്ങിയാൽ മതി, കരട് വിജ്ഞാപനം ഇറങ്ങിയാൽ മതി. മണിക്കുട്ടൻ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ട്രഷറർ മണിക്കുട്ടൻ, ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആശങ്കകൾ പരിഹരിക്കാൻ പര്യാപ്തമായ തരത്തിലാണോ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്? അത് തള്ളിക്കളയുകയാണ് കഴിഞ്ഞ ദിവസം ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചെയ്തത്. അനാവശ്യമായ ഒരു ആശങ്ക നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു മുതലെടുപ്പിന് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? ഹൈറേഞ്ച് സംരക്ഷണ സമിതി അനാവശ്യമായ ആശങ്കയുണ്ടാക്കുന്നു എന്ന ആരോപണം തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായി ഹൈറേഞ്ചിൽ വലിയ ജനരോഷമുണ്ടായപ്പോൾ ഈ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരൊക്കെ പറഞ്ഞു അവിടെ ഏതാനും ചില പുരോഹിതന്മാർ അനാവശ്യമായി കർഷകർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണോ ഹൈറേഞ്ചിൽ ആശങ്കപ്പെട്ടത് അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലൂടെ. മണിക്കുട്ടനിലേക്ക് മടങ്ങിയെത്താം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഫാദർ പോൾ തേലക്കാട്ട്, ഇന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കരട് വിജ്ഞാപനം പുറത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണോ സഭ ഇത് രാഷ്ട്രീയമായ മുതലെടുപ്പിന് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന നിലപാടിലേക്ക് എത്തിയത്? നേരത്തെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് നേതൃത്വം നൽകുന്ന വൈദികരുമായി സഭാ നേതൃത്വം തന്നെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലെയുള്ള നിലപാടുകളിലേക്ക് നീങ്ങരുത് എന്നാവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് തള്ളിക്കൊണ്ട് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കൂടിയാണോ ഇന്ന് ഇതിനെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശം സഭാ നേതൃത്വം നൽകിയത്?
തീർച്ചയായിട്ടും സഭയുടെ നിർദ്ദേശം, സഭയുടെ ഒരു അവിശ്വാസത്തിൻ്റെയും സഭ ഇന്നുവരെ പുലർത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെയും അതിൻ്റെ ആദർശത്തിൻ്റെയും ഫലമാണ്. ഒരു കാര്യം ഞാനിവിടെ പറയട്ടെ, ഇന്ന് കരട് വിജ്ഞാപനം ഇറക്കിയതോടെ എല്ലാ ആശങ്കകളും അവസാനിച്ചു എന്ന് ഞാൻ പറയില്ല. സഭയിലെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം, അവിടെ ഈ വനപ്രദേശത്തുള്ള ആളുകളുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള തത്വത്തിൽ കരട് രേഖ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് അന്തിമരേഖ പുറപ്പെടുവിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്തിമരേഖ പുറപ്പെടുവിക്കാൻ വരുമ്പോൾ അതിപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരായിരിക്കില്ല, വേറൊരു സർക്കാരായിരിക്കും. ആ സർക്കാർ എന്തു ചെയ്യും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകാം. എന്താണ് കരട് രേഖയുടെ അവസാനത്തെ അന്തിമരേഖ ആയിരിക്കുക എന്നതിനെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇപ്പം നടത്തിയിരിക്കുന്ന കരട് രേഖ സ്വാഗതാർഹമാണ്. പക്ഷേ അത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആശങ്കകളും പൂർണ്ണമായി അകറ്റുന്നതല്ല. ഇനി അന്തിമരേഖ വരേണ്ടതുണ്ട്. അതുവരെ കഴിഞ്ഞ നവംബറിൽ നിലനിൽക്കുന്ന രേഖയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പ്രദേശങ്ങളെല്ലാം ഭരണം നടക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആശങ്കകൾ പൂർണ്ണമായി ഇല്ലാതെയായെന്ന് പറയാനാവില്ല. തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും സഭ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, സഭ ഈ സമരത്തെ പിന്താങ്ങുന്നു. പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ പിന്താങ്ങുന്ന കാര്യത്തിൽ സഭ സംശയം ആശങ്കയും പ്രകടിപ്പിച്ചിരിക്കുന്നു. സമരത്തെ പിന്താങ്ങുമ്പോൾ തന്നെ ആ സമരത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് അവിടെയുള്ള ആളുകൾ ചേർന്ന് നിന്നാൽ അത് പാടില്ല, അല്ലെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പ് ആയി കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? സഭ പറഞ്ഞിട്ടുള്ളത് സഭയുടെ തത്വമാണ്. സഭ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. ആ ഇടപെടാറില്ല എന്നുള്ള കാര്യം വ്യക്തമായി സമരസമയം സഭയും തമ്മിലുള്ള വേർപാട് കൃത്യമായി വ്യത്യാസം കൃത്യമായി സൂചിപ്പിക്കുകയാണ്. സമരസമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനമെടുക്കുന്ന സമരസമിതിയോട് സഭയുടെ അഭിപ്രായം അറിയിച്ചിരിക്കുകയാണ്. അവരാണ് തീരുമാനമെടുക്കേണ്ടത്. അവർക്ക് തീരുമാനമെടുക്കാം. അതിൻ്റെ പ്രത്യാഘാത നന്മയും തിന്മയും അവർ തന്നെയായിരിക്കും നേരിടേണ്ടതും. റൈറ്റ്. മണിക്കുട്ടൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ വിജ്ഞാപനം അത് എത്രത്തോളം സ്വാഗതാർഹമാണ്, ഇത് ശരിയല്ല, ഈ വിജ്ഞാപനം ഞങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നില്ല എന്ന് ഇന്നലെ തന്നെ നിങ്ങൾ പറയുകയുണ്ടായി. അതേസമയം കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും കേരള കോൺഗ്രസും ഒക്കെ വിശ്വസിക്കുന്നതും വിശദീകരിക്കുന്നതും ഈ കരട് വിജ്ഞാപനം ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ പര്യാപ്തമാണ്. ഇതിന്മേൽ ഈ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു തുടർ നടപടി ഉണ്ടായാൽ മാത്രം മതി എന്നാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ ആവശ്യം എന്നത് നവംബർ 13-ാം തീയതി ഒരു വിജ്ഞാപനത്തിലൂടെ ഇടുക്കിയിലെ 48 വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ 123 വില്ലേജുകൾ ESAയുടെ പരിധിയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ ESAയുടെ പരിധിയിൽ നിന്നും ഈ 123 വില്ലേജുകൾ പുറത്താകണമെങ്കിൽ മറ്റൊരു വിജ്ഞാപനത്തിലൂടെ ഈ ഒരു നവംബർ 13-ന്റെ വിജ്ഞാപനത്തിൽ ഭേദഗതി ഉണ്ടാകണം. അല്ലെങ്കിൽ നവംബർ 13-ന്റെ ഉത്തരവ് പിൻവലിക്കുവാൻ സർക്കാർ തയ്യാറാകണം. മറ്റൊരു ഓഫീസ് മെമ്മോറാണ്ടത്തിലൂടെയോ മറ്റൊരു കരട് വിജ്ഞാപനത്തിലൂടെയോ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഹൈറേഞ്ചിലെ ജനങ്ങൾക്കുണ്ട്. എന്നു മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ ഇതിന് അനുവാദം കൊടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് അന്തിമ വിജ്ഞാപനമല്ല, ഒരു വിജ്ഞാപനത്തിലേക്കുള്ള ഒരു നടപടിക്രമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരു നടപടിക്രമം പൂർത്തിയാക്കി ഇതൊരു വിജ്ഞാപനമാക്കുവാനുള്ള ഒരു കാലയളവ് ഈ സർക്കാരിനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. മറ്റൊന്നുള്ളത്, ഏപ്രിൽ 15-ാം തീയതിയാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. ഏപ്രിൽ 17-ാം തീയതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 11 മാസത്തിൽ ആദ്യത്തെ 10 മാസവും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറായില്ല. ഏപ്രിൽ മാസത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ കണ്ട് വളരെ വിശദമായ മെമ്മോറാണ്ടം നൽകിയിരുന്നു. കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് വിരുദ്ധമായി 100 സ്ക്വയർ കിലോമീറ്ററിലെ ജനസംഖ്യ 100-ൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 350 മുതൽ 850 വരെ ജനസംഖ്യയുള്ള ഇടുക്കിയിലെ 48 വില്ലേജുകൾ ESAയുടെ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നു എന്നും ഇതിനൊരു മാറ്റമുണ്ടാകണമെന്നും ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ധരിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഡിസംബർ മാസത്തിൽ
വയനാട്ടിൽ വലിയ കലാപമുണ്ടാകുന്നതുവരെ ഈ വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറായില്ല. മണിക്കുട്ടൻ, വൈകിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ UDF സർക്കാർ തയ്യാറായി. ഒരു കരട് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ വിജ്ഞാപനത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാകണമെങ്കിൽ കേന്ദ്രത്തിൽ UPA സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്ന് കോൺഗ്രസ് വാദിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുകയല്ലേ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചെയ്യേണ്ടത്? അത് മറിച്ച് UPA സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് നിലപാടെടുക്കുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ടാണ് സഭയ്ക്ക് പറയേണ്ടി വരുന്നത് ഇത് രാഷ്ട്രീയ ലാക്കോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള സമരം ഉപയോഗിക്കരുത് എന്ന്. സഭയുടെ പരാമർശം ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ സമിതി മത്സരിക്കുന്നതിനെതിരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആരാധ്യനായ ആലഞ്ചേരി പിതാവിന്റെ വാക്കുകൾ സഭയുടെ നിലപാടാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സമരസമിതികൾക്ക് സമരവുമായി മുൻപോട്ട് പോകാമെന്നും അവർക്ക് സ്ഥാനാർത്ഥിയെ പ്പിക്കാമെന്നും സഭ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുമൊക്കെ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരിക്കലും സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെതിരാണ് എന്ന്. മണിക്കുട്ടനിലേക്ക് മടങ്ങിയെത്താം. രാജു എബ്രഹാമിലേക്ക്. ശ്രീ രാജു എബ്രഹാം, ഇവിടെ കോൺഗ്രസ് വാദിക്കുന്നത് ഇത് കരട് വിജ്ഞാപനമാണെങ്കിൽ കൂടി 123 വില്ലേജുകളിലെ ജനവാസ പ്രദേശങ്ങളെയും കൃഷിയിടങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നവംബർ 13 ഉത്തരവനുസരിച്ചുള്ള നിബന്ധനകൾ ഈ പ്രദേശങ്ങൾക്ക് ബാധകമല്ല എന്നാണ്. അതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? അല്ല, ഇവിടെ പ്രധാനമായും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ സ്നേഹിതൻ സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഓഫീസ് മെമ്മോറാണ്ടം നിലനിൽക്കുകയാണ്. ഇതാ നോക്കൂ, ഇതിൻ്റെ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകം മാത്രം വായിക്കാം. പ്രോജക്റ്റ് ഓർ ആക്ടിവിറ്റീസ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി പ്രൊഹിബിറ്റഡ് അണ്ടർ ESA ഷാൽ ബി സ്ക്രൂട്ടനൈസ്ഡ് ആൻഡ് അസസ്ഡ് ഫോർ ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് ബിഫോർ ഗ്രാൻഡിങ് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ്. വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. എടുത്തു നിരോധിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ പരിസ്ഥിതി ക്ലിയറൻസിന് വിധേയമാകും. ഇനി കസ്തൂരിരംഗൻ എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ബി അപ്പൻഡിക്സ് 6 ഡെവലപ്മെൻറ്റ് റിസ്ട്രിക്ഷൻസ് ഇൻ പ്രൊപ്പോസ്ഡ് എക്കോളജിക്കൽ ESA എന്ന് പറഞ്ഞുകൊണ്ട് ESAയ്ക്കകത്ത് വികസന പ്രവർത്തനങ്ങൾക്കകത്തുള്ള നിയന്ത്രണങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ബയോഡൈവേഴ്സിറ്റി ബോർഡ് കേരള പുറത്തിറക്കിയിരിക്കുന്ന മലയാളം പരിഭാഷയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റും അതോടൊപ്പം തന്നെ പരിസ്ഥിതി ക്ലിയറൻസ് വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന വനം ടൂറിസം സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങളുടെ ചോദ്യത്തിന് ക്ലിയറായിട്ട് തന്നെ മറുപടി തന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇനി മുതൽ ഉത്തരവ് ഉടൻ ഒരു ഉത്തരവ് ഉണ്ടാകും. ആ ഉത്തരവ് വന്നാൽ ഉടൻ തന്നെ ഇമ്പാക്ട് സ്റ്റഡി നടത്തിക്കൊണ്ട് ഇനി ക്ലിയറൻസിലേക്ക് ഏത് പ്രവർത്തനങ്ങൾക്കും ESAയിൽ പോകാൻ കഴിയൂ. ഇത് മലയോര നിവാസികൾക്ക് മുഴുവൻ അറിയാം. ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഇതിനകത്ത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണിത്. ആ നിലയിൽ കാണണം. ഇപ്പം എൻ്റെ വീടിരിക്കുന്നത് ബഫർ സോണിലാണ്. 123 വില്ലേജുകളിൽ എന്താണോ നിയമം അതേ നിയമം തന്നെ ബഫർ സോണലൈസേഷനാണ് ESAയുടെ പ്രത്യേകത. ആ സോണലൈസേഷൻ നടപ്പാക്കിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ESA നടപ്പാക്കിയ ഒരു ഗ്രാമത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ വായിച്ച് ഞെട്ടുകയാണ്. അവിടെ തന്നെയാണ് കോൺഗ്രസുകാർ പറയുന്നത് കൃഷിയിടങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും ഇതിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഇത്തരം നിബന്ധനകൾ ബാധകമാകില്ല എന്നാണ് സണ്ണി ജോസഫ് വാദിക്കുന്നത്. കോൺഗ്രസ്സുകാർ ഇക്കാര്യത്തിൽ പറയുന്നതിന് ഈ മലയോരത്തിലെ ഏതെങ്കിലും ജനത എന്തെങ്കിലും ഒരു നയാ പൈസയുടെ വില കൊടുക്കുമോ? ഈ സാഹചര്യത്തിൽ ഇവിടെ ESA നടപ്പാക്കിയിരിക്കുകയാണ്. നവംബർ 13 വിജ്ഞാപനം റദ്ദ് ചെയ്യട്ടെ, ESA റദ്ദ് ചെയ്യട്ടെ. ആ ESA റദ്ദ് ചെയ്യാനുള്ള തൻ്റെ ഇടം UPA ഗവൺമെൻറ്റും കോൺഗ്രസും കാണിക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മലയോര ജനതയ്ക്ക് എത്ര സന്തോഷമാണ്. എന്തിനാണ് ഈ ഇടുത്തി എന്തിനാണ് ഈ മലയോര ജനതയുടെ തലയിൽ വെച്ചത്? അശോക ട്രസ്റ്റ് എന്ന് പറയുന്ന ജയറാം രമേശ് അഡ്വൈസറി ബോർഡ് മെമ്പറായ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ PC ജോർജ് തന്നെ തിരുവനന്തപുരത്ത് പത്രസമ്മേളനത്തിൽ തെളിവോടുകൂടി നിരത്തിയ ഞങ്ങളുടെയിലൊക്കെ ആ കടലാസുണ്ട്.
അദ്ദേഹം അവരുൾപ്പെടെയുള്ള ആളുകൾ 27ഉം 50ഉം 100ഉം കോടിയും ഒക്കെ വാങ്ങി പശ്ചിമഘട്ട സംരക്ഷണത്തിൻ്റെ പേരിൽ തീസീസ് ഉണ്ടാക്കി അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ പൈതൃക പദ്ധതി ഈ മലയോര ജനതയുടെ നെഞ്ചിൽ ചവിട്ടി നിന്ന് നടപ്പാക്കണം എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ സ്വാഭാവികമായും ആ കോൺഗ്രസ് ഇനി ഇന്ത്യ രാജ്യം വന്നു ഭരിച്ച് ഈ നിയമത്തിനകത്ത് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നൊരു ധാരണ മലയോര ജനതയ്ക്കില്ല. അതുകൊണ്ട് സണ്ണി ജോസഫ്, അവിടെ രാജു എബ്രഹാം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ഇന്ന് വനം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാകൂ, അത്തരം ഉത്തരവ് നിലവിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ സണ്ണി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, ഈ കരട് വിജ്ഞാപനം കൊണ്ട് മാത്രം കാര്യമായില്ല, ഈ ഓഫീസ് ഓർഡർ പിൻവലിക്കുകയായിരുന്നു, നവംബർ 13 ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് നവംബർ 13 ഉത്തരവ് പിൻവലിക്കാൻ പാകത്തിലൊരു സമ്മർദ്ദം കേരളത്തിന് ചെലുത്താൻ സാധിക്കാതെ പോയത്? ഒന്നീ വിഷയങ്ങളെ വികാരത്തിന് അപ്പുറത്ത് വിവേകത്തോടെ കാണണം. ഇതിനെ സംബന്ധിച്ച് ഗ്രീൻ ട്രൈബ്യൂണലിൽ ഒരു കേസുണ്ട്. ഇപ്പോൾ തന്നെ ഈ കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് BJPയുടെ പരാതി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു കമ്മീഷനെ സംസ്ഥാന തലത്തിൽ വെച്ച് അവർ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി കൃഷി സ്ഥലവും അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളും ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അത് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആ നടപടികൾക്ക് അതിൻ്റേതായ നിയമപരമായിട്ടുള്ള ചില ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിൽ ഒന്നാമത്തേതാണ് കരട് വിജ്ഞാപനം. ആ കരട് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാതിരിക്കാനാണ് BJP ശ്രമിച്ചത് എങ്കിൽ അത് പ്രസിദ്ധീകരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കി ഈ കാര്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയമല്ല എന്ന് ഇലക്ഷൻ കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഒരു കാര്യം കൂടി, കസ്തൂരിരംഗൻ വിഷയത്തിൽ മലയോര കൃഷിക്കാരുടെ കൂടെ തന്നെയാണ് കോൺഗ്രസും കേരള കോൺഗ്രസും ജനാധിപത്യ മുന്നണിയും. കാരണം എന്താണ്? ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മുന്നോട്ട് വെച്ച സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ സജീവ ചർച്ചാ വിഷയമല്ലാതിരുന്ന EFL, ഇത് ESAയുടെ വിഷയമാണ് എങ്കിൽ EFL പ്രതിഫലം കൂടാതെ സ്ഥലം ഏറ്റെടുക്കാൻ, പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ വ്യവസ്ഥ ചെയ്ത് 2 ഹെക്ടർ വരെയും ഭൂമി നഷ്ടപ്പെട്ട കൃഷിക്കാർക്ക് ആ ഭൂമി തിരിച്ചു കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ കർഷക സ്നേഹപരമായ നിലപാട് സ്വീകരിച്ച UDFനെ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കർഷകർ സഹായിക്കും എന്ന് മനസ്സിലാക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ ആശങ്ക നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ആധാരം നടത്തുമോ എന്ന്. അവിടെയാണ് ഞങ്ങൾ 465 ആധാരത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഏതെങ്കിലും ഒരു നിബന്ധന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 13 ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നവംബർ കഴിഞ്ഞിട്ട് മാസം 4 കൃഷിക്കാരെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്ന ഒരു നിബന്ധന എവിടെയെങ്കിലും ഒരു വ്യവസ്ഥ കേരളത്തിൽ നടപ്പിലായി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കില്ല. മറിച്ച് നടപ്പിലാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് കർശനമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും മാറ്റിക്കിട്ടുന്നതിനുള്ള നിർദ്ദേശം നൽകി. ഒരു കാര്യം കേരളം മാത്രമാണ്, ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഈ കാര്യം പഠിക്കുകയോ അവരുടേതായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കേരളം ഇത് പഠിച്ചു, വസ്തുനിഷ്ഠമായിട്ട് പഠിച്ചു, നിർദ്ദേശം സമർപ്പിച്ചു, ആ നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു. ആ നിർദ്ദേശത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള സമയം നിയമപരമായി കൊടുക്കണം. ആ സമയത്തിനുള്ളിൽ ആർക്കും കൊടുക്കാം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏത് ഗവൺമെൻറ് വന്നാലും, ഇപ്പോൾ വിജ്ഞാപനം റദ്ദാക്കിയാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുന്ന ഗവൺമെൻറ് ഈ നിലപാടുകളിൽ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരാണ്, കർഷകരുടെ നിലപാടിനെതിരാണ്, BJP ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവർക്കിത് പുനഃസ്ഥാപിക്കാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ഇവിടെ സണ്ണി ജോസഫ് ആരോപിക്കുന്നത് പോലെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും കേരള കോൺഗ്രസും ഒക്കെ ഉണ്ട്. അവരാണ് കരട് വിജ്ഞാപനം ഇറക്കാനായി സമ്മർദ്ദം ചെലുത്തിയത്. അതിനപ്പുറത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആരോപിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ ലാക്കാണ്. ആ ലാക്കിന് ഒപ്പം നിൽക്കുകയാണോ ഹൈറേഞ്ച് സംരക്ഷണ സമിതി? ഒരു കരട് വിജ്ഞാപനത്തിലൂടെ കേരളത്തിലെ പ്രഖ്യാപിക്കപ്പെട്ട 123 വില്ലേജുകൾ ESAയുടെ പരിധിയിൽ നിന്നും എന്ന വീണ്ടും വഞ്ചിക്കുകയാണ്. കാലമായി നിരവധി തവണ വഞ്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് ഹൈറേഞ്ചിലുള്ളത്. ഞങ്ങളുടെ പട്ടയ വിഷയത്തിൽ
ഈ സർക്കാർ വന്നതിനു ശേഷം പട്ടയ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും മുൻപോട്ട് പോകുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒരു ഡസനിലധികം പ്രാവശ്യം മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുകയും നിരവധി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തുവെങ്കിൽ പോലും ഒരു തീരുമാനങ്ങൾ പോലും നടപ്പിലാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ സർക്കാരിന്റെ ഭാഗത്ത് റൈറ്റ്, മണിക്കുട്ടനിലേക്ക് മടങ്ങിയെത്താം. ഫാദർ പോൾ തേലക്കാട്, ഇങ്ങനെ ഒരു നിർദ്ദേശം സഭയുടെ നേതൃത്വം പുറപ്പെടുവിക്കുമ്പോൾ അത് തന്നെ ഒരു രാഷ്ട്രീയമായ ഇടപെടലല്ലേ? സഭാവിശ്വാസികൾക്ക് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് അവിടെ ഉളവായി എന്ന് പറയപ്പെടുന്ന ആശങ്ക, അത് അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ സഭാ നേതൃത്വം ഇത്തരത്തിൽ ഇതിനെ രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നൊരു സന്ദേശം നൽകുമ്പോൾ അത് തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടലല്ലേ? ആ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ ഗൗരവമാണെന്നും അവരുടെ ആശങ്കകൾ പൂർണ്ണമായി മാറിയിട്ടില്ലെന്നും ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു പുതിയ ഗവൺമെൻറ് വരുന്ന ആരാണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് അവരുടെ സ്വഭാവമനുസരിച്ച് അന്തിമരേഖ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടും പ്രതിസന്ധി ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ പൂർത്തീകരിക്കാനും അത് മേടിച്ചെടുക്കാനും വേണ്ടിയാണ് സഭയും അതിൽ പങ്കാളിയായത്. സഭ അതിൽ പങ്കാളിയായപ്പോഴും സഭ പുലർത്തുന്ന ഒരു വേർതിരിവുണ്ട്. സമരം നടത്തുന്നതും സമരസമിതികളാണ്. സമരസമിതികൾക്കാണ് അതിന് ഉത്തരവാദിത്വം. പക്ഷേ സമരസമിതികൾ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ അവരെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സഭയുടെ പ്രബോധനം നിരക്കാതെ വന്നാൽ യോജിക്കില്ല എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ അവർ നേരിട്ട് ഇടപെട്ടാൽ അതിനോട് സഭയ്ക്ക് വിയോജിപ്പുണ്ടാകും, യോജിക്കില്ല എന്നുള്ള കാര്യം മാത്രമാണ് സഭ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആശങ്കകളും അവരുടെ ന്യായങ്ങളും അവരുടെ നീതിയും ലംഘിക്കപ്പെടുന്നു എന്നുള്ളൊരു ആശങ്ക സഭയ്ക്കും പ്രതിസന്ധിയുണ്ട്, വേദനയുണ്ട്. അതുള്ളപ്പോഴും ഇങ്ങനൊരു സന്ദേശം അവർക്ക് കൊടുക്കുക മാത്രമാണ് മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ ആലഞ്ചേരി ചെയ്തിട്ടുള്ളത്. ഫാദർ, അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പങ്കുവയ്ക്കുന്നു, അവർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് അംഗീകരിക്കുന്നു, അവർ സമരം നടത്തുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം അവരൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചാൽ അതിനെ മാത്രം എങ്ങനെയാണ് സഭ തള്ളിക്കളയുക? അവർക്ക് രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സഭയ്ക്ക് സഭയുടെ നിലപാട് പറയേണ്ടതുണ്ട്. സഭ ചിരകാലമായി പുലർത്തിയിരുന്ന കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നുള്ള സമീപനം ഇങ്ങനെയൊരു കാര്യത്തിൽ മാറ്റാൻ സഭയ്ക്കാകില്ല എന്നുകൊണ്ട് മാത്രമാണ് സഭ ഇത് പറയുന്നത്. ഫാദർ, ഒരു കാര്യം കൂടി, ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വിശാലമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ, വിശാലമായ പ്രശ്നങ്ങൾ, മറ്റ് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇവ കൂടി ഉൾക്കൊണ്ടു വേണം സഭയും സഭാവിശ്വാസികളും ഒക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്നൊരു സന്ദേശമാണോ നൽകുന്നത്? തീർച്ചയായിട്ടും നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. പല മതങ്ങളുണ്ട്, പല സമുദായങ്ങളുണ്ട്, പല പാർട്ടികളുണ്ട്. ഇതിനൊന്നിനോടും ഐഡൻറ്റിഫൈ ചെയ്ത് താതാത്മ്യപ്പെട്ട് സഭയ്ക്ക് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ആളാകാനോ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആളാകാനോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളാകാനോ സഭയ്ക്ക് താല്പര്യമില്ല. മതനിരപേക്ഷമായി സെക്കുലർ സംവിധാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് സഭയുടെയും ആവശ്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സഭ ഈ കാര്യത്തെക്കുറിച്ച് ഒരു നിലപാട് അറിയിച്ചത്. റൈറ്റ്, രാജു എബ്രഹാമിലേക്ക്. രാജു എബ്രഹാം, ഇന്ന് സഭ സ്വീകരിച്ചിരിക്കുന്ന, പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു നിലപാട് തന്നെയാണ്. അതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മൾ എത്രത്തോളം അല്ല എന്ന് പറഞ്ഞാലും അത് വ്യക്തമായൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. എങ്ങനെയാണ് CPM അതിനെ കാണുന്നത്? നമ്മൾ കേവലം ഒരു രാഷ്ട്രീയത്തിൻ്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി കാണേണ്ട ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് CPM ഇന്ത്യയിൽ ആദ്യമായി ഒരു കാര്യം പറഞ്ഞു. CPM ഉൾപ്പെടുന്ന മൂന്നാം മുന്നണി, ഇപ്പോൾ തന്നെ 4-5 മുഖ്യമന്ത്രിമാരുൾപ്പെടെ ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള മൂന്നാം മുന്നണി വരികയാണെങ്കിൽ CPMൻ്റെ പ്രകടന പത്രിക, അതിലെ മുഖ്യ പാർട്ടിയായ CPM ആ പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ കാര്യം, ഈ അശാസ്ത്രീയമായ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ റദ്ദാക്കും. അതിന് പകരം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാവും, അത് നടപ്പിൽ വരുത്തുമെന്ന് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പറയാൻ ആർജവം കാണിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് CPM. കാരണം ഈ ഭൂമിയെ, തങ്ങൾ ജനിച്ചു വളർന്ന ഈ ഭൂമിയെ, അടുത്ത തലമുറ ഉപയോഗിക്കേണ്ട ഭൂമിയെ, അതിനെ മുഴുവൻ
വനമാക്കി മാറ്റുക. ആനയ്ക്കും കടുവയ്ക്കും കാട്ടുപോത്തിനും കസ്തൂരംഗൻ റിപ്പോർട്ടിൻ്റെ 2ാം പേജിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആനയ്ക്കും കടുവയ്ക്കും പോകേണ്ട ഇടവഴികളാക്കി മാറ്റുക. ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ സണ്ണി ജോസഫ്, സഭ ഇന്ന് പ്രഖ്യാപിച്ച കാര്യങ്ങൾ, കർദിനാൾ ജോർജ് ആലഞ്ചേരി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിനും UDF-നും ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം നൽകുന്നുണ്ടാവണം. അത് വളരെ വളരെ പക്വതയിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതാണ്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മതേതര ജനസമൂഹം, ജനാധിപത്യ സമൂഹം, രാജ്യത്തിൻ്റെ 5 വർഷക്കാലത്തെ ഭാവി എന്ന് ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കേണ്ട നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പക്വത നിറഞ്ഞ ഒരു തീരുമാനം തന്നെയാണ്. ഈ വിഷയങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന സഭാ നേതൃത്വത്തിൻ്റെ ആഹ്വാനം ജനങ്ങളും സഭാവിശ്വാസികളും ചെവിക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പൂർണ്ണമായിട്ടും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ തന്നെയാണ്, കലങ്ങാത്ത വെള്ളം കലക്കി മീൻ പിടിക്കാൻ തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പരിശ്രമിക്കുന്നത്. ഇവിടെ രാജു അബ്രഹാം പറഞ്ഞതുപോലെ 3ാം മുന്നണി എന്ന് പറയുന്ന ഒന്നില്ല. 3ാം മുന്നണിയിൽ ജയലളിതയില്ല. 3ാം മുന്നണിയിൽ RSP വിട്ടു. 3ാം മുന്നണി എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? കേരളത്തിലെ ഇടതുപക്ഷം, കേന്ദ്രത്തിലെ ഇടതുപക്ഷം, മാർക്സിസ്റ്റ് പാർട്ടി എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? മണിക്കുട്ടൻ, ഇവിടെ സണ്ണി ജോസഫ് ആരോപിക്കുന്നത് പോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം CPM നടത്തുന്നു. അതിനൊപ്പം നിൽക്കുകയാണോ ഹൈറേഞ്ച് സംരക്ഷണ സമിതി? അതോ സഭാ നേതൃത്വം പറയുന്നത് പോലെ സമരവും സമരത്തിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടേത് മാത്രമാണ്, അതിൻ്റെ ഉത്തരവാദിത്വം അവരിലാണ്, ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായി സമിതി മുന്നോട്ട് പോകുമോ? ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമിതി രൂപം കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇടുക്കിയിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഈ പാർലമെന്റ് ഇലക്ഷൻ മുൻപിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ KPCC പ്രസിഡന്റിനെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട ശ്രീ KM മാണി അവർകളെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും നേതാക്കന്മാരെയും ഒക്കെ ഞങ്ങൾ നിരവധി തവണ കണ്ടിരുന്നു. ഞങ്ങൾ മുൻപോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ 2 ആയിരുന്നു. ഒന്ന്, പട്ടയ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. മറ്റൊന്ന്, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ESA ആയി പ്രഖ്യാപിച്ച 123 വില്ലേജുകൾ ESAയുടെ പരിധിയിൽ നിന്നും പുറത്താകണം. ഈ 2 വിഷയത്തിലും എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടു. ഈ കരട് വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള വെറും ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മുൻപോട്ട് വെച്ച 2 ആവശ്യങ്ങൾ യാതൊരു തരത്തിലും അംഗീകരിച്ചില്ലെന്നും മാത്രമല്ല, അതിന് വേണ്ടതായ നടപടികൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അത് UPA സർക്കാരിനും UDF സർക്കാരിനും എതിരായിട്ടുള്ള ഞങ്ങളുടെ ശക്തമായ നിലപാടാണ്. മണിക്കുട്ടൻ, ഹൈറേഞ്ച് സംരക്ഷണ സമിതി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം പിന്തുണയ്ക്കും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു പിന്തുണ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? പിന്തുണ തന്നാൽ സ്വീകരിക്കുമോ? ഇടുക്കിയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഒറ്റക്കെട്ടായി ചെയ്യുന്ന ഒരു സമരമാണ്. സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സമാനമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, കർഷക സംഘടനകളും സമുദായ സംഘടനകളും ഒക്കെയായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഒപ്പം നിൽക്കാവുന്നവരെ എല്ലാവരെയും ഒപ്പം കൂട്ടി ഇലക്ഷനിൽ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. റൈറ്റ്, വളരെയധികം നന്ദി മണിക്കുട്ടൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം രാജു എബ്രഹാം, പോൾ തേലക്കാട്ട്, ഫാദർ പോൾ തേലക്കാട്ട്, സണ്ണി ജോസഫ്, നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.